നാം അധിവസിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മെ വളരെയധികം നൊമ്പരപ്പെടുത്തുന്നതും വളരെയധികം ചിന്തിപ്പിക്കുന്നതുമായ ധാരാളം അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന വ്യക്തിജീവിതങ്ങളിലെ ബന്ധങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് മേഖലകളിലും ഏത് പ്രദേശങ്ങളിലും പാർക്കുന്നവരായാലും അവരോടൊക്കെ നാം ആഗ്രഹിക്കുന്ന സമയത്ത് ഞൊടിയിടയിൽ സംസാരിക്കുവാനും ആശയസംവേദനം നടത്തുവാനുമുള്ള ധാരാളം ഉപാധികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഈ ഉപാധികൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ബന്ധങ്ങളുടെ ആഴം കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ കാണുമ്പോൾ ചില ബന്ധങ്ങൾ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചിലത് വെറും സൗഹൃദം മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ബന്ധങ്ങളുണ്ടാകും. ചിലത് നേരം പോക്കുകളാണ് എന്നും പറയുന്നതിൽ തെറ്റില്ല. ചിലത് ചിലരോടൊക്കെ ആരാധന തോന്നുന്നതിൽ ഉള്ള ബന്ധങ്ങളാണ്. ചിലർക്ക് ചിലരോടുള്ള ബന്ധങ്ങൾ ചില വീരകഥകൾ കേട്ടുള്ളതാണ്. ചില ബന്ധങ്ങൾ നിയമം മൂലം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളാണ്. ചിലത് ബന്ധനങ്ങളായിത്തീരുന്ന ബന്ധങ്ങളുമുണ്ട്. പല ബന്ധങ്ങളും അനുദിന ജീവിതത്തിൽ സൂക്ഷിച്ചു പോകുമ്പോൾ ആ ബന്ധങ്ങളുടെ ആഴം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ട കാലം കൂടിയാണ്. ബന്ധങ്ങൾക്ക് ആഴമില്ലാതെ പോകുമ്പോൾ അല്ലെങ്കിൽ ഉപാധികൾ വെച്ചുള്ള ഏതു ബന്ധവും ദൃഢതയില്ലാതെ നഷ്ടപ്പെടുകയും മുറുകുകയും ചെയ്യുന്ന വേദനയുടെ അനുഭവം നമുക്ക് ചുറ്റും കാണാം. ആഴങ്ങളില്ലാത്ത സ്നേഹബന്ധങ്ങൾ, ദൃഢതയില്ലാത്ത സ്നേഹബന്ധങ്ങൾ അത് മുറിയുക തന്നെ ചെയ്യും. അത് മനുഷ്യരോടുള്ള ബന്ധമായാലും ദൈവത്തോടുള്ള ബന്ധമായാലും ആ ദൃഢത കൈവരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, കുറച്ചുകൂടി മനോഹരമായത് പറഞ്ഞാൽ ഇൻറ്റിമസി സൂക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ബന്ധങ്ങൾ അത് മുറിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നുള്ളത് നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നും നമ്മൾ കാണുന്ന പാഠങ്ങളാണ്. അതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ നാം കണ്ടിട്ടുള്ള ചില വീഡിയോയിൽ എൻ്റെ മനസ്സിൽ കൂടി ഓടി വരുന്ന ഒരു രംഗമുണ്ട്. വാഹനം തട്ടി ജീവൻ നഷ്ടപ്പെട്ട ഒരു നായ്ക്കുട്ടിയുടെ ചുറ്റും കവചം തീർക്കുന്ന അനേകം നായ്ക്കളുടെ ഒരു കൂട്ടം ഒരിക്കൽ കാണുവാനിടയായി. അത്രമാത്രം പോലും ബന്ധത്തിന് വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് വാസ്തവം. നമ്മുടെ സഹോദരങ്ങളായവരോട്, സ്വന്തം ചോരയായവരോട്, ഒരു ദേവാലയത്തിൽ ഒന്നിച്ച് ആരാധിക്കുന്നവരോട്, ഒരു കുടക്കീഴിൽ ഒരു കൂരയുടെ ഉള്ളിൽ ഒന്നിച്ച് താമസിക്കുന്നവരോട് യഥാർത്ഥ ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാതെ പോകുമ്പോൾ നമുക്ക് ജീവനുള്ള ദൈവത്തോട് ആഴമായ ദൃഢമായ ബന്ധം എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശം എന്നതുപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസവും ആത്മീയ അനുഭവങ്ങളും അതിനർത്ഥങ്ങളില്ല എന്ന് പ്രചരിപ്പിക്കുന്ന അനേകം സോഷ്യൽ മീഡിയ ചിന്തകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് മുമ്പിലുണ്ട്. നിരീശ്വരവാദത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളുടെ പ്രത്യേകതകളെ തരം താഴ്ത്തി കാണിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. ഇവിടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും മനുഷ്യന് ദൈവത്തോടുള്ള
ദൃഢമായ ബന്ധത്തിൻ്റെയും കുറവുകൾ സംഭവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ബന്ധങ്ങളും ദൈവത്തോടും മനുഷ്യനോടും ചിലർ കാത്തു സൂക്ഷിച്ച നല്ല നിലപാടുകളെയും നമ്മൾ ഒന്ന് ഓർത്തെടുക്കുന്നത് നന്നാവും. ആ ബന്ധങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം അർത്ഥവത്താവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്, എത്ര അടുത്ത ബന്ധം ഉള്ളവനായാലും ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ വാക്കുകൊണ്ട്, അപവാദങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുവാൻ, അതിൻ്റെ ഏതറ്റം വരെ പോവാനും മടി കാണിക്കാത്ത ചില ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. കേൾക്കുന്ന വാർത്തകൾക്ക് യാഥാർത്ഥ്യം അന്വേഷിക്കാതെ അത് മറ്റു പലരിലേക്കും പകർന്നുകൊടുത്ത് ഒരുവനെ എത്രമാത്രം വേദനിപ്പിക്കാമോ അത്രമാത്രം വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന ബന്ധങ്ങളുടെ ആഴമില്ലായ്മ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ വേദപുസ്തകത്തിലെ ഈ ശുശ്രൂഷയിൽ കൂടി ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. അത് മറ്റാരുമല്ല, ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യൻ, ഹാനോക്ക്. അല്പസമയത്തെ ചിന്തയ്ക്കു വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 6 വാക്യമാണ്. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 6 വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ എന്നും വിശ്വസിക്കേണ്ടതല്ലയോ. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 6 വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ ആകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ. എബ്രായ ലേഖനത്തിൻ്റെ 11 അധ്യായം എന്നും ആത്മീയ ജീവിതത്തിൽ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന വാക്യങ്ങളുടെ വലിയ സുഖമുള്ള ഓർമ്മകൾ നൽകുന്ന അധ്യായമാണ്. വിശ്വാസ ശ്രേഷ്ഠതയിൽ ജീവിച്ച വിശ്വാസ ധീരന്മാരുടെയും വിശ്വാസത്തിൽ ഊന്നി ജീവിച്ച ആത്മീയ ജീവിതം നയിച്ച അനേകം മാതാക്കളുടെയും പട്ടിക നിരത്തുന്ന അധ്യായമാണ് എബ്രായ ലേഖനം. അവിടെ ഹാനോക്ക് എന്ന മനുഷ്യനെ പറ്റി പറയുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തത്. മറ്റ് 2 വാക്യം കൂടി ഹാനോക്കിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 5 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തതുകൊണ്ടാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ. പ്രധാനമായും എബ്രായ ലേഖനത്തിൽ ഹാനോക്കിനെ പറ്റി പറയുന്ന വാക്യങ്ങൾ ഇത്രയുമാണ്. ഹാനോക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വരുന്ന ഒരു വാക്യം, അവൻ ദൈവത്തോടു കൂടെ നടന്നവൻ എന്നാണ്. പ്രത്യേകമായി പഴയ നിയമ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം 24 വാക്യത്തിൽ ഹാനോക്കിനെ പറ്റി വളരെ ശ്രേഷ്ഠമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇതുതന്നെയാണ്. ഹാനോക്ക്
ദൈവത്തോട് കൂടെ നടന്നവനാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടുതൽ ബന്ധം നയിച്ച ഒരു വ്യക്തി എന്ന് ഹാനോക്കിനെ പറ്റി പറയുവാൻ ഒരു കാരണമുണ്ട്. പ്രത്യേകമായി ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ ഹാനോക്കിനെ പറ്റി വായിക്കുന്ന വാക്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. ഹാനോക്ക് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. മെഥൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആദാമിൻ്റെ വംശപാരമ്പര്യം വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ തലമുറയിലാണ് നാം ഹാനോക്കിനെ കാണുന്നത്. മറ്റൊരു പ്രത്യേകത ഹാനോക്കിൻ്റെ ജീവിതത്തിലുള്ളത് ഇവിടെ ഓർപ്പിച്ചതുപോലെ 365 സംവത്സരം ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. ഹാനോക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആയുസ്സുള്ള ഒരു മനുഷ്യനെ ജനിപ്പിച്ചവനായിരുന്നു ഹാനോക്ക്. ഹാനോക്കിൻ്റെ മകനായിരുന്നു മെഥൂശലേഖ്. അദ്ദേഹം ജീവനോടിരുന്ന കാലഘട്ടം 969 വത്സരക്കാലമാണ്. ഹാനോക്കിനെ പറ്റി നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം പല സന്ദർഭങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളതാണ്. ദൈവത്തോടുകൂടി നടന്നു എന്നുള്ളത് മാറ്റിവെച്ചാൽ നമ്മുടെ മനുഷ്യ കാലഘട്ടത്തിൽ നമ്മൾ ചില യാത്രകൾ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നവരുണ്ടാവാം. ആ മനുഷ്യന് ചില പ്രത്യേകതകളുണ്ട്. ഒറ്റയ്ക്ക് നടക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ വേഗം, നമ്മുടെ ലക്ഷ്യം നമുക്ക് നടക്കാം, അത് ഇടയ്ക്ക് വെച്ച് തിരുത്താം. പക്ഷെങ്കിൽ കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത്ര നിസ്സാരമായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുകയില്ല. ഒരു മനുഷ്യൻ കൂടെ നടക്കണമെങ്കിൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ സന്തത സഹചാരിയായി ഒരു മനുഷ്യൻ നടക്കുന്നുവെങ്കിൽ അവന് പോലും ചില പ്രത്യേകതകളുണ്ടാവാം. നമുക്കും കൂടെ നടക്കുന്നവനും ഒരേ ലക്ഷ്യമായിരിക്കും. നടക്കേണ്ട യാത്രകളുടെ ദൂരം ഒന്നു തന്നെയാവും. ഒരുപക്ഷെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ചിന്തകളൊന്നാവാം. ഈ യാത്രകളിൽ ദൂരമറിയാതെ ഇരിക്കണമെങ്കിൽ ഒരേ വേവ് ലെങ്ത്തുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കും. ഒരുപക്ഷെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്ക് ചില സമരസപ്പെടലുകൾ ഉണ്ടായേക്കാം. അവരുടെ വാക്കുകൾ പരസ്പരം ആശ്വാസം കൊടുക്കുന്നതാവാം. അവരുടെ നടപ്പിൻ്റെ വേഗത ഒരുപോലെയാവാം. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യൻ എന്ന് ഹാനോക്കിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഒരു പക്ഷെങ്കിൽ ഹാനോക്കിന് കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല, ദൈവത്തിനൂടി കൊടുക്കണം. ഹാനോക്കിൻ്റെ കൂടെ ദൈവം നടന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളുമായിരുന്നു ഹാനോക്കിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ തീഷ്ണത, ദൈവത്തിൻ്റെ നടപ്പിൻ്റെ വേഗത ഹാനോക്കിൻ്റെ നടപ്പിനോടൊപ്പം ദൈവവും ക്രമീകരിച്ചു എന്നുള്ളത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവചന പുസ്തകങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുന്നുവെങ്കിൽ ദൈവവും നിന്റെ അടുക്കിലേക്ക് തിരികെ വരും എന്നുള്ള വചനം നമ്മളൊന്ന് ഓർക്കുക. ദൈവത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പല പ്രത്യേകതകളുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ മുന്നമേ ഓർപ്പിച്ചത്, മനുഷ്യൻ്റെ കൂടെ നടക്കുവാൻ കഴിയാത്തവൻ, മനുഷ്യനോട്
ദൃഢമായ ഇൻറ്റിമസിയുള്ള ദൃഢതയുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവന് ദൈവത്തോടു കൂടെ നടക്കുവാനോ ദൈവത്തോടൊപ്പം ബന്ധം സൂക്ഷിക്കുവാനോ കഴിയുകയില്ല എന്ന് വീണ്ടും അടിവരയിട്ട് പറയുക. അതുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു അനുഭവമാണ്. നമ്മുടെ വേഗതകൾ ദൈവത്തിൻ്റെ ചിന്തകൾക്കൊപ്പമാകണം. ദൈവത്തിന് പ്രസാദം തോന്നുന്ന ചിന്തകളാകണം. ദൈവം നടക്കുന്ന ലക്ഷ്യങ്ങളാകണം. ദൈവം കാണിച്ചു തരുന്ന ലക്ഷ്യങ്ങളാകണം നമ്മുടെ യാത്രകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചിന്തിക്കുകയും ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് കഴിയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാവണം. ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ നടക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന, പ്രസാദം തോന്നുന്ന ഒരു ദൈവം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ അനുഭവങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് വലിയ മുന്നൊരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രാവർത്തികമായി എങ്കിൽ മാത്രമേ ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഹാനോക്ക് നേടിയ വലിയ അനുഭവം ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. നാശങ്ങളില്ലാത്ത, അവസാനിക്കാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത നിത്യജീവന്റെ അനുഭവത്തിലേക്കാണ് ഞാനും നിങ്ങളും സ്വപ്നം കാണുന്നതും യാത്ര ചെയ്യുന്നതും. അതുകൊണ്ട് മരണം കാണാതെ ദൈവത്തോടു കൂടെ ചേരുന്ന അനുഭവങ്ങളാണ് ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. എങ്ങനെ ദൈവത്തോട് കൂടെ നടക്കാം? ക്രിസ്തുമസിന്റെ നാളുകളിൽ വിശുദ്ധ ഏവങ്കേലിയോൻ വായിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും സുവിശേഷ ഭാഗങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. നമ്മൾ ആരാധിക്കുന്ന, മുറുകെ പിടിക്കുന്ന, ആശ്രയം വയ്ക്കുന്ന ദൈവത്തിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. അവൻ കൂടെ ഉള്ളവനാണ്. ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ ഓർപ്പിക്കുന്നത് തന്നെയാണ്. തൻ്റെ കരുണയാൽ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മോട് കൂടെ. തൻ്റെ വിലയേറിയ കഷ്ടാനുഭവത്താൽ ഈ ലോകത്തെ വീണ്ടെടുത്ത പുത്രനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഉണ്ടായതും ഉണ്ടാകാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെ നടക്കുന്നവനാണ്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നിരൂപണങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, എല്ലാ സമസ്ത മേഖലകളിലും കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കണ്ടിട്ട് ആ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൽ പുനഃപരിശോധന നടത്തി ആ ദൈവം കൂടെ ഉണ്ടാവുന്ന അനുഭവം നമുക്കുണ്ടാകണം. വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൃഢതയുള്ള ബന്ധങ്ങൾ, കൂടെ നടക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചില ജീവിത അനുഭവങ്ങൾ നമ്മോടുകൂടെ ഉണ്ടാകണം. ഒന്ന് വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത ഒരു അനുഭവങ്ങൾക്കും കൂടെ നടക്കുവാനായിട്ട് കഴിയില്ല. അത് കൂടെ നടക്കുന്നത് മനുഷ്യനായാലും, കൂടെ നടക്കുന്നത് ജീവിത പങ്കാളിയായാലും, കൂടെ നടക്കുന്നത് സുഹൃത്തായാലും, കൂടെ നടക്കുന്നത് ദൈവമായാലും, വിശ്വാസത്തിൻ്റെ തീഷ്ണത, വിശ്വാസത്തിൻ്റെ ഇഴയടുപ്പമാണ് ഒരു മനുഷ്യനെ കൂടെ നടത്തുവാൻ പ്രാപ്തനാക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഓർപ്പിക്കുന്നത് പോലെ പുറമേയുള്ള കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ദൈവത്തോട് കൂടെ നടക്കുന്നവരായി, ബന്ധങ്ങളെ മുറുകെ പിടിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. രണ്ടാമത്, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ
ദൈവത്തോട് ദൃഢതയുള്ള ബന്ധം സൂക്ഷിക്കണമെങ്കിൽ അവൻ്റെ വഴികളെ അറിയണം. വേദവാക്യങ്ങൾ നമുക്ക് സുപരിചിതങ്ങളാണ്, പാട്ടുകൾ നമുക്ക് സുപരിചിതങ്ങളാണ്. അനുഗമിക്കേണ്ടത് അവൻ്റെ ചെറുവഴികളെയാണ്. നമ്മൾ നടക്കേണ്ടുന്ന പാതകൾ ദൈവം തെളിച്ചു തരുന്ന വഴികളാണ്. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ, പിതാക്കന്മാരുടെ രഹസ്യ പ്രാർത്ഥനകൾ മുഴുവൻ പരിശോധിക്കുമ്പോഴും എന്തിന് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും സമാപന പ്രാർത്ഥനയായ ഹൂത്തോമോയിൽ പോലും പാടി നിർത്തുന്നത് കർത്താവേ കാണിക്കണമേ ഞങ്ങളെ ജീവവഴി എന്നുള്ളതാണ്. ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ജീവന്റെ വഴികൾ, ആ വഴികളിൽ കൂടി നടക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, അവനോടൊപ്പം നടക്കുവാൻ നമുക്കിടയാകുള്ളൂ. ഒന്ന്, വിശ്വാസത്തിൻ്റെ ഇഴയെടുപ്പം. രണ്ട്, ക്രിസ്തു കാണിച്ചു തരുന്ന ജീവന്റെ പാതകളിലുള്ള നടപ്പ്. അവിടെ മാത്രമേ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും കൂടെ നടക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. രണ്ടാമത്, ടു സീക്ക് ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തെ തിരയുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്തുവിൻ്റെ വഴികൾ എന്നും സുഗമമുള്ള വഴികളല്ല. ക്രിസ്തു തിരഞ്ഞെടുത്ത പാതകൾ എന്നും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാത്രമായിരുന്നില്ല. പ്രിയമുള്ളവരെ, കണ്ണു തുറപ്പിക്കുന്ന യാത്രകളായിരുന്നു ക്രിസ്തുവിനോട് കൂടെയുള്ള യാത്രകൾ. ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം കൂടെ നടന്ന ശിഷ്യന്മാരുടെ എമ്മാവോസിലേക്കുള്ള യാത്രകൾ നമുക്കറിയാം. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ, അവൻ്റെ വേദനയുടെ മുറിവേൽക്കപ്പെടുന്ന സകല തെറ്റുകളും ഏറ്റെടുക്കുന്ന, പകരം വയ്ക്കാത്ത നിഷ്കപടമായ സ്നേഹത്തിൻ്റെ വലിയ മഹത്വത്തെ കാണുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ പാതകളിൽ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഇടയാവുള്ളൂ. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്, ആദ്യം അവൻ്റെ രാജ്യവും മഹത്വവും അന്വേഷിക്കുക. അവിടെ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വഴികളെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അടുത്തതായി വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്, ടു സീക്ക് ഹിസ് ഫേസ്. അവൻ്റെ മുഖം അന്വേഷിക്കുക. നമ്മുടെ വഴികളിൽ അനേകം മുഖങ്ങൾ നമ്മൾ കണ്ടെത്തിയേക്കാം. ചിലര് മുഖം മറച്ച് യാത്ര ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖം അന്വേഷിച്ച് നടന്നിട്ടും കണ്ടെത്താൻ കഴിയാതെ പോയവരാവാം. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് പറയുമ്പോൾ കാണുന്ന ചില മുഖങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഭാവമുണ്ടാവാം, പക്ഷെങ്കിൽ അത് ക്രിസ്തുവാകണമെന്നില്ല. ക്രിസ്തുവിനെ പോലെ സംസാരിക്കുന്നവരുണ്ടാവാം, പക്ഷെങ്കിൽ അത് ക്രിസ്തുവായിരിക്കണമെന്നില്ല. ക്രിസ്തുവിനെ പോലെ കണ്ടാൽ ഭാവം തോന്നുന്ന അനേകരുണ്ടാവാം, പക്ഷെങ്കിൽ അവരൊന്നും ക്രിസ്തുവാകണമെന്നില്ല. എന്നാൽ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞത് നാം ഒന്ന് ഓർക്കുക. ഞാനെന്ന് വെച്ചല്ല, എളിയവനെന്ന് വെച്ച് നീ ഒരു പാത്രം വെള്ളം ഒരു മനുഷ്യന് കൊടുക്കുന്നുവെങ്കിൽ അവിടെ നീ ക്രിസ്തുവിനെ കാണുകയാണ്. രോഗത്തിലായിരിക്കുന്നവനെ നീ സന്ദർശിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നീ ക്രിസ്തുവിനെ കാണുകയാണ്. തടവിലായിരിക്കുന്നവരെ നീ ചെന്നു കാണുമ്പോൾ നീ അവിടെ മുഖത്ത് ക്രിസ്തുവിനെ കാണുകയാണ്. എളിയവനെയും ദരിദ്രനെയും അനാഥരനെയും ഈ സമൂഹം ആരെയൊക്കെ തള്ളിക്കളയുന്നുവോ അവരെയൊക്കെ ചേർത്ത് വിളിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുകയാണ്. മദർ തെരേസയുടെ ജീവിതം, അതിൻ്റെ കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. മദർ തെരേസ ഒരു ധനാഢ്യനായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ഈ അശരണരായവർക്ക് വേണ്ടി കൈനീട്ടിയപ്പോൾ ആ കോടീശ്വരനായ മനുഷ്യൻ ആ മദർ തെരേസയുടെ വിശുദ്ധമായ കരങ്ങളിൽ കാർക്കിച്ച് തുപ്പുകയാണ്. ആ അമ്മ അത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരാൻ പറഞ്ഞ അനുഭവം. അതേപോലെ സഭയിലെ പിതാക്കന്മാർ, ഒസാത്യൂസ് തിരുമനസ് പോലെയുള്ള സഭയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അഭിമന്യ ഒസാത്യൂസ് തിരുമനസിന് മുമ്പും പിമ്പുമായി അനേകം പിതാക്കന്മാരും അനേകം
വിശുദ്ധന്മാരായ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളും കഷ്ടപ്പെട്ട പാപങ്ങളുടെ കണ്ണിൽ ദൈവത്തെ കണ്ട ജീവിതാനുഭവങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ പാതകളിൽ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വഴികളിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കണമെങ്കിൽ അവൻ്റെ മുഖം അന്വേഷിക്കുന്നവരായി നമ്മൾ തീരണം. വിശ്വാസത്തിലുള്ള തീഷ്ണത, ടു നോ ഹിസ് വേ, ടു സീക്ക് ഹിസ് ഗ്ലോറി, ടു സീക്ക് ഹിസ് ഫേസ്. അതോടൊപ്പം ക്രിസ്തുവിനെ നമ്മൾ ദൃഢമായ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ ആരാധനയല്ലാതെ ആത്മീയ ജീവിതത്തിന് മറ്റൊരു വഴിയില്ല. വേദപുസ്തകത്തോടുള്ള ബന്ധം ആരാധനയിൽ കൂടി, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടി ക്രിസ്തുവിനോട്, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ദൃഢത നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ആരാധനയിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ ഭാഗമാക്കാവുന്നതോടുകൂടി ഞാനും നിങ്ങളും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ ദൃഢത കൂട്ടുകയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ ദൃഢത കൂട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തിരുവചന പാരായണങ്ങളും ധ്യാനങ്ങളും ആത്മീയ അനുഭവങ്ങളും കൂദാശകളും നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സ്വീകരിക്കലുകളും അതിൻ്റെതായ ഭാവത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൃഢത കൂട്ടുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇൻറ്റിമസി വിത്ത് ഗോഡ്, അവിടെ മാത്രമേ ക്രിസ്തുവിനോടുകൂടെ നമുക്ക് നടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. വളരെ പേരുകേട്ട ഒരു കവിത ഉണ്ട്, ഫുട് പ്രിന്റ്സ് ഇൻ ദ സാൻഡ് എന്നുള്ളതാണ്. ആ കവിത രചിച്ചിരിക്കുന്നത് മേരി സെൽവൻസൺ എന്ന വ്യക്തിയാണ്. ആ കവിത, അതിൻ്റെ ചുരുക്കം പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ മണൽ കൂടി നടക്കുകയാണ്, ഒരു ബീച്ചിൽ മണൽത്തരികളിൽ കൂടി നടക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ അവൻ്റെ കാൽപാദങ്ങളോട് കൂടെ മറ്റ് 2 കാൽപാദങ്ങൾ കൂടി കാണുന്നുണ്ട്. അവന് വളരെ സന്തോഷമായി. എന്താണ് ഞാൻ നടക്കുമ്പോൾ 4 കാൽപാദങ്ങൾ കാണുവാൻ ഇടയാകുന്നത്? അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് നീ നടക്കുമ്പോൾ ഈ മണൽത്തിട്ടകളിൽ 4 കാൽപാദങ്ങൾ കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ വലിയ നൊമ്പരങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അവൻ ആ മണൽത്തിരയിൽ കൂടി നടക്കുമ്പോൾ അവന് 2 കാൽപാദങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അവൻ വലിയ സങ്കടത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ ഞാൻ ഈ മണൽത്തിട്ടയിൽ കൂടി നടന്നിട്ട്, ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടി നടന്നിട്ട് 2 കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളല്ലോ, നീ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, മകനെ, നീ ആ കണ്ടത് നിന്റെ കാൽപാദങ്ങളല്ല, എൻ്റെ കാൽപാദങ്ങളാ. നീ ആ മണലിൽ കൂടി നടന്നില്ല. ദുഃഖങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നെടുവീർപ്പുകളിൽ നീ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായിരുന്നു. നീ കണ്ടത് നിന്റെ കാൽപ്പാടുകളല്ല, നീ കണ്ടത് നീ വിളിച്ച, നീ ആശ്രയം വെച്ച നിന്റെ ദൈവമായ കർത്താവിൻ്റെ കാൽപ്പാടുകളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ കവിതയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പാതകളെ അറിഞ്ഞ്, ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടി, അവൻ്റെ വഴികളെ അറിഞ്ഞ്, അവൻ കാണിച്ചു തന്ന ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും കൂടെ നടക്കുന്നവരാകും. ജീവിതത്തിൽ വലിയ ബന്ധം അതിന് ദൈവത്തോട് കൂടെ വേണം. മനുഷ്യനോട് ദൃഢതയുള്ള ബന്ധങ്ങൾ, ഇൻറ്റിമസിയുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവന് ദൈവത്തോട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. സ്വന്തം ജീവിത പങ്കാളിയോട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവന് ദൈവത്തോട് ബന്ധം സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. മക്കളോട്, ദൈവം ആക്കി വച്ചിരിക്കുന്ന അനുഭവങ്ങളോട്,
ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ, അതേപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ നല്ല ദൃഢതയുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ ദൈവത്തോടും നല്ല ബന്ധം സൂക്ഷിക്കുന്നവരായി, ദൈവത്തോട് കൂടെ നടക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയും. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ ദൈവത്തോടു കൂടെ നടക്കുന്നത് കണ്ണ് തുറക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകളിൽ ക്രിസ്തുവിനെ കാണുക. ജീവിതത്തിൻ്റെ പാതകളിൽ എതിരെ വരുന്ന മുഖങ്ങൾ, കൂടെ നടക്കുന്ന മുഖങ്ങൾ ക്രിസ്തുവിൻ്റെതാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ഒരാത്മീയ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഈ ശുശ്രൂഷയിൽ കൂടി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടി നമ്മെ കരുത്തുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.